കുഞ്ഞ് ഇങ്ങനെ നമസ്കരിക്കുക, നമസ്കരിക്കാൻ പറഞ്ഞു. അമ്പലാന്ന് വെച്ചിട്ട് ഏതോ ഹോട്ടലിനുള്ളിൽ എല്ലാം കേറിപ്പോയി. ഹലോ ഗൈസ്, ഇതാ നമ്മളിങ്ങനെ ഇന്ന് സിയക്ക് അരിയിലെത്തിക്കാൻ വേണ്ടിയിട്ട് ഇതാ മൂകാംബിയിലേക്ക് പോവാന്ന്. ഫാമിലി എല്ലാവരും ഉണ്ട്. പാട്ടൊക്കെ വെച്ച് അടിച്ച് പൊളിച്ച് ഡാൻസൊക്കെ കളിച്ച് നമ്മളിതൊക്കെ പോവാം. ഓക്കെ ഗൈസ്, ആ ഏച്ചിക്ക് നമ്മൾ വീഡിയോ എടുക്കാൻ കൊടുത്തിട്ടുണ്ട്. വണ്ടിയുടെ കുലുക്ക കാരണം ഏച്ചിക്ക് മര്യാദയ്ക്ക് വീഡിയോ എടുക്കാൻ വേണ്ടി പറ്റുന്നില്ല. നല്ല റോഡായതുകൊണ്ടാണ്. ഇപ്പോൾ എല്ലാവരും ഇങ്ങനെ ഡാൻസ് കളിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഡാൻസ് അടിക്കുന്ന സ്റ്റാർട്ടിങ് എന്താ സിയ വണ്ടിയിലിരുന്ന് തുള്ളാൻ തുടങ്ങിയിട്ടുണ്ട്. നല്ല മുട്ടുപാട്ടൊക്കെ വെച്ചിട്ടുണ്ട്. പക്ഷേ എന്നാ കാര്യം, കോപ്പി റൈറ്റ് ഇല്ലുകൊണ്ട് നമുക്ക് ആ പാട്ട് വെക്കാൻ പറ്റില്ല. എല്ലാവരും തുള്ളി തുള്ളി കളിക്കുന്നുണ്ട്. അച്ചാച്ചനും അമ്മമാരും കൂടി സീന് കളിപ്പിക്കുകയാണ്. നമ്മൾ രാത്രി പുറപ്പെടുന്നതുകൊണ്ട് നല്ല ലൈറ്റൊക്കെ ഇട്ട് പാട്ടൊക്കെ വെച്ച് ഡാൻസ് കളിക്കാൻ വേണ്ടി നല്ല വൈബാണ്. എല്ലാവരും അടിച്ച് പൊളിക്കുന്നുണ്ട്. ഇത് പെണ്ണുങ്ങന്മാരുടെ സെക്ഷൻ. അമ്മയും ഏച്ചീൻ്റെ അനിയത്തിയും എല്ലാവരും കൂടിയിട്ട് ഡാൻസ് കളിക്കുകയാണ്. അമ്മ പണ്ടത്തെ നർത്തകിയാണ് കൈസ്, നർത്തകി. പണ്ടത്തെ 10ാം ക്ലാസ് നർത്തകിയാണ്. തിരുവാതിരയൊക്കെ കളിക്കുന്ന ടീംസാണ്. ബാക്കിൽ ഇവൻ ടയർഡായിട്ട് ആടി ഇരിക്കുന്നുണ്ട്. ഡാൻസ് കളിക്കാൻ പറ്റുന്നില്ല. ഇപ്പോൾ തുടങ്ങിയേരം മുതൽ ഡാൻസ് കളിക്കുന്ന കൈസ് ഉദാരിയ. തുടങ്ങിയേരം മുതൽ ഡാൻസ് കളിയാണ്. ചെറുത് ആ തുള്ളിക്കൊണ്ട് നിൽക്കുന്നുണ്ട്. ആരെങ്കിലും എടുത്തിട്ട് ഓളിങ്ങനെ തുള്ളണം, അതാണ് നമുക്ക് ഇഷ്ടം കൂടുതൽ. അപ്പോൾ ഏകദേശം ഇങ്ങനെ എല്ലാവരും സൈഡായിട്ട് വരുന്നു. അല്ല, അമ്മ ഇത് അച്ഛനെ വേണ്ടി ഇരുന്നിട്ട് ക്ഷീണമായിട്ടിരിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ ഏകദേശം എല്ലാവരും തുള്ളി തുള്ളി ക്ഷീണമായിട്ട് സൈഡായിട്ടുണ്ട്. അപ്പോൾ ബാക്കിയുള്ള വീഡിയോസ് നമുക്ക് രാവിലെ കാണാം. അപ്പോൾ മൂകാംബിക എത്തിയിട്ട് നമുക്ക് കാണാം. ഓക്കെ, അങ്ങനെ നമ്മൾ മൂകാംബികയിൽ എത്തിയിട്ടുണ്ട്. ആരും ഇങ്ങനെ പോകുന്നുണ്ട്. അമ്മമ്മ അതാ മെല്ലെ വരുന്നുണ്ട്. ബാക്കി നമുക്ക് കാണാം. പൂവും സൂവും എല്ലാവരും ഉണ്ട്. ബാക്കി അമ്മമാരെല്ലാം മുന്നിൽ പോയി. 2 മുമ്പെല്ലാം കിട്ടിയിട്ടുണ്ട്. എത്ര സമയത്തേക്ക് ഉണ്ടാവും എന്നറിയില്ല. സുന്ദരിയായിട്ടുണ്ടോ? ഹായ് പറഞ്ഞേ. എന്തോ വേണമെന്നാ പറഞ്ഞു. അച്ചു അപ്പു അപ്പു कामरूपिणी विद्यारंभम करिष्यामि सिद्धिर्भवतु मे सदा अविद्या मूलनाशिन्यै विद्या अवयव मूर्तये गणपतये नमः. പറയിപ്പിക്ക് ശ്രുതി ആ പറ അല്ലേ എങ്ങനെ മലയാളം ഇതറിയണം. ആദ്യമേ പറഞ്ഞു ഇംഗ്ലീഷ് മലയാള അക്ഷരമാല എടുത്തിട്ട് നോക്കിയിട്ട് വന്നാൽ മതി. എന്നാടേ ഇത് അവിഘ്ന മസ്തു. അവിഘ്ന മസ്തു. നമ്മളെ കാര്യം പോക്കന്നെ.
കുഞ്ഞി ഇങ്ങനെ നമസ്കരിക്കുക നമസ്കരിക്കാൻ പറഞ്ഞു മതി 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 സൂപ്പറായി ആപ്പിലൊക്കെ മെയ്കളൊക്കെ എത്തിക്കാൻ പോകുന്നുണ്ട്. കിട്ടില്ലേ? അതാണ് ബെറ്റർ. ആ ബിൽഡിന്റെ പ്രാർത്ഥിച്ചിട്ട് വെക്ക്. അങ്ങനെ നമ്മള് കുട്ടീനെ അരിയിലെല്ലാം ഇടിച്ച് എല്ലാരും ഇവിടെ നിൽക്കുന്നുണ്ട്. തമ്പിയളിയൻ, നമ്മളെ തമ്പിയളിയൻ. അങ്ങനെ നമ്മള് ഭംഗിയായിട്ട് അരിയിൽ ഇരിക്കലെല്ലാം കഴിഞ്ഞ് നല്ല വൃത്തിക്ക് ദർശനം കിട്ടി. ഇനി എല്ലാരും കൂടി കുറച്ച് സമയം ഇരിക്കും. നമ്മൾ കുറച്ച് നേരത്തെ എത്തി, അതുകൊണ്ട് തുടങ്ങിയില്ല. ഇവിടെ വെയിറ്റ് ചെയ്യാം. നമ്മള് ഭക്ഷണമെല്ലാം കഴിച്ച് മൂകാംബികയിൽ നിന്ന് ഇറങ്ങിയെന്ന് അമ്മ പോന്നില്ലേ? അമ്മ ഹായ് പറ. ഭക്ഷണമെല്ലാം കഴിച്ച് നമ്മൾ ഇറങ്ങുമെന്ന്. ഇനി ഉടുപ്പിയിലൊന്നു കയറണം. ഡയറക്റ്റ് വീട്ടിലേക്ക്. അമ്പലം വെച്ചിട്ട് ഏതോ ഹോട്ടലിനുള്ളിൽ എല്ലാം കയറിപ്പോയി. എല്ലാം പൊട്ടന്മാരാണ്. അച്ഛന്മാര് കയറിപ്പോയിട്ട് അറിയാം ഇത് അമ്പലാന്ന് തോന്നില്ല. നോക്കുമ്പോ അതൊരു ഹോട്ടൽ റൂമുണ്ട്. ശരിക്കും ടമ്പള് നമ്മളേതോ ഹോട്ടലിനുള്ളിൽ കയറിപ്പോയി. അമ്പലം കിട്ടിയ ഉടുപ്പി അമ്പലം കിട്ടിയതല്ല. ഞാൻ അവിടെ കയറുമ്പോ തന്നെ ഞാൻ പറഞ്ഞു ഇത് പിന്നെ ക്ഷേത്രമൊന്നല്ല, ഇത് ഹോട്ടലാണ്. എല്ലാം ഇതിന്റെ അപ്പുറം എന്നിട്ട് അച്ഛൻ കേറി ചെരുപ്പം കഴിച്ചിട്ട് ചെരുപ്പം കഴിച്ച് ഹോട്ടലിലൂടെ കയറി. നമ്മള് പുറത്തു നിന്ന് പക്ഷെ അവിടെ പോയി എത്തി. ഞാൻ വേണുകുമാർ ഏണല്ലച്ച പറയുള്ളൂ. ഞമ്മള് സ്ഥിരം വരുന്നല്ലേ. നമുക്ക് നോക്കാം. പറ്റും. ഒരുപാട് കൃഷ്ണന്റെ വിഗ്രഹമുണ്ട് ഇവിടെ. മാത്രല്ല ഒരുപാട് കൃഷ്ണ വിഗ്രഹങ്ങൾ. നേരത്തെ തന്നെ വെയിറ്റ് ചെയ്തു. നമുക്ക് കയറിയേക്കാം. നമുക്ക് ഫുള്ള് കൺഫ്യൂഷൻ. നമുക്ക് ഭാഷ അറിയാതെ ചെറിയ പ്രശ്നമേ ഉള്ളൂ കേട്ടാ. അമ്പലാന്ന് തെറ്റിദ്ധരിച്ച ഹോട്ടൽ നമ്മൾ വീണ്ടും പോകാന്ന്. ഇനി നമുക്ക് വീട്ടിലേക്ക് കാണിച്ചേ.